സർക്കാർ ചെലവിൽ UGC വിരുദ്ധ കൺവെൻഷൻ സംഘടിപ്പിക്കാൻ കേരളം. UGC ചട്ടഭേദഗതിക്കെതിരെയാണ് കൺവെൻഷൻ വിളിച്ചു ചേർക്കുന്നത്. കൺവെൻഷന്റെ പേരിൽ നടക്കുന്നത് BJP ഇതര സംസ്ഥാന സർക്കാരുകളുടെ പ്രതിനിധി യോഗമാണ്. കേരളം, തമിഴ്നാട്, തെലങ്കാന, പഞ്ചാബ്, കർണാടക സംസ്ഥാനങ്ങൾക്കാണ് ക്ഷണം. പങ്കെടുക്കുന്ന അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും അവധി നൽകി മാർഗനിർദ്ദേശം പുറത്തിറക്കുകയും ചെയ്തു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്. വാർത്തയുടെ വിവരങ്ങളുമായി ശാലിനി തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നുണ്ട്. ശാലിനി, ഇത് UGC ഈ ചട്ടഭേദഗതിയെ എതിർക്കുന്നത് പ്രധാനമായും ഈ ചാൻസലർ പദവി വേണ്ട എന്നുള്ള തീരുമാനമാണ്. അത്തരത്തിലൊരു ധാരണയാണ് ഈ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന എല്ലാ സംസ്ഥാന സർക്കാരുകൾക്കും ഉള്ളത്. കാരണം ഗവർണറെ ആ ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുക, പകരം ഇവരുടെ കൃത്യമായ രാഷ്ട്രീയ താല്പര്യങ്ങൾ സർവകലാശാലകളിൽ അടിച്ചേൽപ്പിക്കുക. അതിനിപ്പോൾ വിഘാതം നിൽക്കുന്നത് ഈ UGCയുടെ ചട്ടഭേദഗതിയാണ്. ഇതല്ലേ യഥാർത്ഥത്തിൽ എതിർപ്പിന് കാരണം? നീലിമ, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. കാരണം സർവകലാശാലയുടെ നിലവിലെ അധിപൻ എന്നുള്ളത് ചാൻസലറാണ്, ഓരോ സംസ്ഥാനങ്ങളുടെയും ഗവർണറാണ്. സ്വാഭാവികമായും ഈ UGCയുടെ പുതിയ ചട്ടത്തിലും അതുതന്നെയാണ് നിഷ്കർഷിക്കുന്നത്. അത് മാറ്റി പൂർണ്ണമായും സംസ്ഥാന സർക്കാരിന്റെ പിടിയിലേക്ക് സംസ്ഥാനത്തെ സർവകലാശാലകളെ കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ വിവിധ ബില്ലുകളിലൂടെ അടക്കം ഇടത് സർക്കാർ അടക്കം നടത്തുന്ന സാഹചര്യത്തിൽ കൂടിയാണ് പുതിയ UGC മാർഗനിർദ്ദേശം വരികയും ചെയ്തിട്ടുള്ളത്. ഇതിനിടയിലാണ് ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളുമായി ഇപ്പോൾ മുന്നോട്ട് പോകാൻ സർക്കാർ ഖജനാവിൽ നിന്ന് തന്നെ പണമിറക്കി ഒരു കൺവെൻഷൻ നടത്താൻ ഇടതുപക്ഷ സർക്കാർ കേരളത്തിൽ ഒരുങ്ങുന്നത്. നാളെ രാവിലെ 10:30 ഇത് സംബന്ധിച്ചിട്ടുള്ള ഔദ്യോഗിക കൺവെൻഷൻ നിയമസഭ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ ചേരുകയും ചെയ്യുന്നത്. പ്രധാനമായും വിവിധ സർക്കാർ BJP ഇതര സർക്കാരുകളെ ഒപ്പം നിർത്താനാണ് ND മുന്നണി ഉദ്ദേശിക്കുന്നത്. ഒപ്പം തന്നെയാണ് ഇടതുപക്ഷവും അത്തരത്തിൽ വിവിധ സംസ്ഥാനങ്ങളിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിമാരെ അടക്കം ഈ കൺവെൻഷനിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. തമിഴ്നാട്, തെലങ്കാന, പഞ്ചാബ്, കർണാടക സംസ്ഥാനങ്ങളിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിമാർക്കും സംസ്ഥാനത്ത് പ്രതിപക്ഷ നേതാവ് അടക്കം വിവിധ MLA-മാർക്കടക്കമാണ് ഈ പരിപാടിയിലേക്ക് ക്ഷണം. സംസ്ഥാനത്തെ VC-മാരെ അടക്കം ഈ യോഗത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. എങ്കിലും പല VC-മാരും യോഗത്തിൽ പങ്കെടുക്കില്ല എന്നുള്ള കാര്യം മുൻകൂട്ടി അറിയിച്ചിട്ടുമുണ്ട്. അത് മാത്രമല്ല, ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഒരു മാർഗനിർദ്ദേശം കൂടി പുറത്തേക്ക് വരുന്നത്. ഈ യോഗത്തിൽ ഈ പരിപാടിയിൽ കൃത്യമായി എല്ലാ സർവകലാശാലകളും പങ്കെടുക്കണം. ഓരോ സർവകലാശാലകൾക്കും കോട്ട നിശ്ചയിച്ചുകൊണ്ടാണ് ഈ മാർഗനിർദ്ദേശം ഉള്ളത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. തിരുവനന്തപുരത്ത് നടക്കുന്ന പരിപാടി ആയതുകൊണ്ട് തന്നെ കേരള സർവകലാശാലയിൽ നിന്ന് 400 പേരെ പങ്കെടുപ്പിക്കണം എന്നുള്ളതാണ് ഈ നിർദ്ദേശത്തിൽ പറയുന്നത്. സാങ്കേതിക സർവകലാശാലയിൽ നിന്നും 100 പേരെ പങ്കെടുപ്പിക്കണം. ഇതിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ, അധ്യാപകർ, അനധ്യാപകർ ഇവർക്കൊക്കെ തന്നെ ലീവ് നൽകും, ശമ്പളത്തോടു കൂടിയുള്ള ലീവ് നൽകും എന്നുള്ളതാണ് ഈ മാർഗനിർദ്ദേശത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നവർക്ക് പങ്കാളിത്ത സർട്ടിഫിക്കറ്റ് നൽകും. ഈ സർട്ടിഫിക്കറ്റ് നൽകിയാൽ ലീവ്, ശമ്പളത്തോടു കൂടിയുള്ള ലീവ് പരിഗണിക്കാം എന്നുള്ളതാണ് ഈ വിവാദമായ ഉത്തരവിലും പറയുന്നത്. എന്തായാലും ആദ്യമായിട്ടാണ് ഈ UGC മാർഗനിർദ്ദേശങ്ങൾക്കെതിരെ ഒരു സംസ്ഥാനം ഇത്തരത്തിലൊരു പ്രതിഷേധത്തിന് ഒരുങ്ങുന്നത്. അതിൽ പ്രതിഷേധ സംഗമമെന്ന് തന്നെ ഈ പരിപാടി പറയേണ്ടിയിരിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ കൺവെൻഷൻ എന്ന് അവർ പേരിടുന്നുണ്ട് എങ്കിൽ പോലും അത്തരത്തിലൊരു യോഗം ചേരുക, ഒപ്പം തന്നെ കേന്ദ്രത്തിനെതിരെയും UGCക്കെതിരെയും അണിചേരാൻ ഒരു ശക്തി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ പരിപാടിയുടെ പ്രധാനപ്പെട്ട കാര്യം. എന്നാലും ഈ വിഷയത്തിൽ കേരള സർവകലാശാല VC ഡോക്ടർ മോഹൻ കുന്നുമ്മേൽ ചാൻസലർ കൂടിയായ ഗവർണർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. ഏത് രീതിയിൽ എന്തിന്റെ അർത്ഥത്തിൽ ഈ പരിപാടിയിൽ തങ്ങൾ പങ്കെടുക്കണം, VC-മാർ പങ്കെടുക്കണം എന്നുള്ളതാണ് ആ ഇമെയിലിലൂടെ കേരള സർവകലാശാല VC ഗവർണറോട് ചോദിച്ചിട്ടുള്ളത്. ചാൻസലർ കൂടിയാണ്. സ്വാഭാവികമായും അതിന്റെ മറുപടി അടക്കം നിർണായകമാകുമെന്നുള്ളതിൽ സംശയമില്ല. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ VC-മാരെ ക്ഷണിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇത്തരത്തിലൊരു UGC-യിൽ ചില ആശങ്കകളുണ്ട്. ആ ആശങ്കകൾ VC-മാരടക്കം ഇരുന്ന് ചർച്ച ചെയ്യണം, ചർച്ച ചെയ്തത് പരിഹരിക്കണം, ഇതിന്റെ നിർദ്ദേശങ്ങൾ പിന്നീട് UGC അറിയിക്കണം എന്നുള്ളതാണ്. പക്ഷേ അതിന് സമയപരിധി നിൽക്കുമ്പോഴാണ് ഒരു പ്രതിഷേധ സ്വഭാവത്തോടു കൂടി ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. അതിനെതിരെയാണ് ഇപ്പോൾ കേരള സർവകലാശാല VC അടക്കം രംഗത്തെത്തിയിട്ടുള്ളത്. എന്തായാലും നാളെ ഈ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ആരൊക്കെ ഇതിൽ പങ്കെടുക്കും, ഏത് തരത്തിലായിരിക്കും ഇനി ചാൻസലറായ ഗവർണർ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് പരിപാടിയുടെ നിർണായകമായിട്ടുള്ള കാര്യം. ഒപ്പം തന്നെ സർവകലാശാലയിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഈ ഒരു ഭേദഗതിയിൽ ഉയർന്ന സാഹചര്യത്തിൽ സർവകലാശാല VC-മാരെ ഒരുമിച്ച് നിർത്താനുള്ള ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശമടക്കം പാളുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി ശാലിനി, UGC ചട്ടഭേദഗതിക്കെതിരെ കൺവെൻഷൻ സംഘടിപ്പിക്കുകയാണ് കേരളം. BJP ഇതര സംസ്ഥാന സർക്കാരുകളുടെ പ്രതിനിധികളും ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ സവിശേഷത.